ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് 1/2 കിലോ തൂക്കം വരുന്ന നല്ല പെർഫെക്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും നമ്മുടെ തുടക്കക്കാരുണ്ടല്ലോ, ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല. അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡ്സും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ടയുടെ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അരപ്പയിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. മിക്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ബാറ്റർ തിക്കായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള OTG ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനില്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിന് അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. ഇനി നമുക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡ്സും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീമിന് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ നല്ലതുപോലെ വിപ്പായി വന്നിട്ടുണ്ട്. പാത്രം കമഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോവില്ല. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിന് മുകളിൽ നമുക്ക് കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി നമുക്ക് കേക്കിന് മുകളിൽ ചെറി സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറി സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സിറപ്പ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിന് മുകളിലും ചെറി സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയറിലും ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ചിട്ട് അതിൽ നമുക്ക് സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കാം.
കേക്ക് ക്രീം ചെയ്തതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ സൈഡിൽ ഫുള്ളും ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി നോസിൽ നമ്പർ 2 വെച്ചിട്ട് കേക്കിന് മുകളിൽ നമുക്ക് ഫ്ലവറും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ ഫ്ലവറും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലും കൂടി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ മുകളിൽ ചെറിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ 1/2 കിലോ തൂക്കം വരുന്ന നല്ല പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ മുമ്പിട്ടിട്ടുള്ള വീഡിയോസും കൂടി ഒന്ന് കാണണേ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.